സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാത്തിടത്തോളം നമ്മളെ മറ്റുള്ള ചുറ്റുപാടുകൾ നമ്മളെങ്ങനെ എന്ത് ചെയ്യും, നമ്മളെങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ബാക്കിയുള്ളവരും വീഡിയോയിൽ വരാം കേട്ടോ. നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് തുടങ്ങാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ പോസ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ എന്തായിരുന്നു, അവർ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത്, അന്ന് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ്, അവരന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അത് കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെ, അന്ന് അങ്ങനെ ഓരോ ഒഴിവ് കഴിവുകൾ നമ്മൾ പലപ്പോഴും ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിലെ എക്സ്ക്യൂസുകൾ പറയുന്ന ആളുകൾ നോക്കുകയാണെങ്കിൽ അവരൊരിക്കലും അതിൽ നിന്ന് മാറുന്നതും കാണാൻ പറ്റുന്നില്ല. നമ്മൾ എപ്പോഴും ഇവരുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ പറയും, അത് ആ കാരണം കൊണ്ടാട്ടോ, ആ ആൾ എന്നെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടാട്ടോ, അന്ന് അങ്ങനെ നടന്നതുകൊണ്ടോ. പ്രത്യേകിച്ചും ലേഡീസിന്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അന്ന് എനിക്ക് ഇഷ്ടമില്ലാതെ എന്നെ പെട്ടെന്ന് മാരേജ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് എന്നെ പഠിപ്പിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ഓരോരോ എക്സ്ക്യൂസുകൾ നമുക്ക് എല്ലാ ഇപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. ആ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, ഇങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് ഞാനും എൻ്റെ ജീവിതവും ഇപ്പം ഇങ്ങനായി മാറാൻ കാരണം എന്നുള്ള എക്സ്ക്യൂസുകൾ പലപ്പോഴും പറയാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നിന്നിട്ട് മാറിയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ നടന്നോട്ടെ, ഇങ്ങനെ പലതും നടന്നോട്ടെ, ചില ആളുകൾ എന്നെ ബുദ്ധിമുട്ടിച്ചോട്ടെ, ചില നഷ്ടങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ നടന്നാലും എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ എൻ്റെ കയ്യിലാണ്. ഞാൻ രക്ഷപ്പെടണമെങ്കിൽ, ഞാൻ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടണമെങ്കിൽ, എൻ്റെ ലൈഫ് ഒന്ന് മാറണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം എന്ന് കച്ച കെട്ടിയില്ലേ എന്ന് തീരുമാനിച്ച് പുറത്ത് ഇറങ്ങുന്നവരെ ലൈഫാണ് എന്ത് ചെയ്യുക, മാറാൻ വേണ്ടിയിട്ട് തുടങ്ങുക എന്നുള്ളത്. പക്ഷെ ഈ എക്സ്ക്യൂസുകൾ പറയുന്ന ആളുകളെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് നമ്മളെ ലൈഫിൽ വരുന്ന ഈ പറയുന്ന എക്സ്ക്യൂസുകളൊക്കെ എന്താണ്, എന്തൊക്കെയോ പരീക്ഷണങ്ങളായിരിക്കും അല്ലെ, എന്തൊക്കെയോ വേദനകളാവും, ആരൊക്കെയോ നമ്മളെ ബുദ്ധിമുട്ടിച്ചതാവും, എന്തൊക്കെയോ നഷ്ടപ്പെട്ടതായിരിക്കും. അപ്പം വേറൊരു രീതിയിൽ ഈ പരീക്ഷണങ്ങളെ നോക്കുകയാണെങ്കിൽ പരീക്ഷണങ്ങൾ എല്ലായ്പ്പോഴും ഒരു മനുഷ്യനെ തളർത്താൻ വേണ്ടിയിട്ട് മാത്രമല്ലേ വരാറുള്ളത്. അവരിലുള്ള എന്തോ ഒരു നല്ലതിനെ പുറത്തെടുക്കാൻ കൂടിയാണ് പരീക്ഷണങ്ങൾ വരാന്നുള്ളത്. നമുക്ക് അനുഗ്രഹങ്ങൾ, നല്ല കാര്യങ്ങളെയാണ് അനുഗ്രഹങ്ങളായിട്ട് പലപ്പോഴും തോന്നാറുള്ളത്. എനിക്ക് കിട്ടിയതെല്ലാം അനുഗ്രഹങ്ങളാണ് എന്നുള്ളത്. എന്നാൽ ചില സമയത്ത് കിട്ടാത്തതും നഷ്ടപ്പെടുന്നതും എന്താണ്, നമ്മുടെ അനുഗ്രഹങ്ങൾ കൂടിയാണ്. നമ്മൾ എനിക്കിത് വേണം എന്ന് വാശി പിടിക്കുമ്പോൾ നിനക്ക് ഇത് കിട്ടിയാൽ നല്ലതല്ലാവൂല എന്നുള്ളത് നമ്മളെക്കാളും മുകളിലുള്ള ആൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റിവെക്കും, ചില ആളുകളെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തും, ഇങ്ങനെയൊക്കെ നടക്കും. ചില ആഗ്രഹങ്ങൾ സംഭവിക്കൂല. പക്ഷെ നമ്മൾ എന്താണ്, അതിലൊരു നല്ലൊരു പ്ലാൻ ഉണ്ട്, നല്ലൊരു തീരുമാനം, എനിക്ക് അറിയില്ലെങ്കിലും എന്നെ നയിക്കുന്ന എൻ്റെ ക്രിയേറ്റർക്ക് അതിൽ നല്ലൊരു തീരുമാനം ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഇപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക, ആ കാരണം കൊണ്ടാണ് എൻ്റെ ലൈഫ് നഷ്ടപ്പെട്ടത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ ഒരു പരീക്ഷണത്തിൽ നമ്മളെ ലൈഫിനെ മാറ്റിമറിക്കാനുള്ള എന്തോ ഒരു നിധി അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അന്നത്തെ പരീക്ഷണത്തെ നമ്മൾ ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കായിട്ട് എടുത്തു വെച്ച ആ ഒരു നിധിയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല. അത് മാത്രമല്ല, 5 10 2 വർഷം മുന്നേ കഴിഞ്ഞു പോയ പരീക്ഷണത്തിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ തന്നെ നമ്മൾക്ക് അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ, ആ സംഭവം നഷ്ടപ്പെട്ടു, ആ കാര്യം കഴിഞ്ഞു, ഏതോ വ്യക്തി നിങ്ങൾ എന്തോ പറഞ്ഞു, പക്ഷെ നമ്മളിപ്പോഴും അത് കാരണമാണ് ഞാൻ എവിടെ എത്താത്തെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മൾക്ക് അനുവാദം കൊടുക്കുന്നില്ല അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. റൂമി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ ലൈഫിലോട്ട് എപ്പോഴെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ പരീക്ഷണങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് ദയ കാണിക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾ പോലും അറിയാതെ ആ പരീക്ഷണത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഒരു പേൾ അല്ലെങ്കിൽ ഒരു നിധി, ഒരു ഗിഫ്റ്റ് ദൈവം കൊടുത്തയച്ചിട്ടുണ്ടാവും അല്ലെ. അത് കാണണം എന്നുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചിട്ട് എനിക്ക് എന്താ ഇതിൽ എടുത്തു വെച്ചിട്ടുള്ളത്, ഈ ഒരു പരീക്ഷണം, ഈ ഒരു നഷ്ടം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നോക്കുന്ന സമയത്താണ് ഒരാൾക്ക് അയാൾക്കായിട്ട് ദൈവം അയച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം അതിലുണ്ടാവും, അതെടുത്തിട്ട് ലൈഫിൽ മുന്നേറാൻ വേണ്ടിയിട്ട് പറ്റാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, രണ്ട് കൈയും കാലും ഒന്നും ഇല്ലാത്ത നിക് വ്യൂജിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കർ നിങ്ങളൊക്കെ അറിയായിരിക്കും. അപ്പം ആള് ചെറുപ്പത്തിൽ ജനിച്ച സമയത്ത് ഓസ്ട്രേലിയയിലായിരുന്നു ജനനം, രണ്ട് കൈയും കാലും ഇല്ലാതെയാണ് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, അമേലിയ ടെട്രോ സിൻഡ്രം എന്ന് പറഞ്ഞ ഒരു മാറാ രോഗമായിരുന്നു. അപ്പൊ പാരന്റ്സ് ഒക്കെ, ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു എന്ത് പാരന്റ്സിനോട്, ഇതൊരു മാറാ രോഗമാണ്, ഇതൊരിക്കലും മാറാൻ പോകുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ വളർത്താം
അല്ലെ? അങ്ങനെ ഒരു തീരുമാനം ഇവരെ മുന്നിൽ ഇട്ട് കൊടുത്തു. അവരെന്തായാലും ആ കുട്ടിയെ വളർത്താൻ തന്നെ തീരുമാനിച്ചു. വീടിന്റെ ഉള്ളിൽ അടച്ചിടാതെ ആ കുട്ടിയെ മറ്റെല്ലാ കുട്ടികളെയും പോലെ സ്കൂൾ പഠനമൊക്കെ നടത്തട്ടെ എന്ന് വെച്ചിട്ട് സ്കൂളിലോട്ടൊക്കെ പറഞ്ഞയച്ചു. പക്ഷെ ഇവൻക്ക് ഭയങ്കര സങ്കടം. കാരണം ചെറിയ പ്രായത്തിൽ മറ്റെല്ലാ കുട്ടികളും അവിടെ ഓടിച്ചാടി നടക്കുന്നു. പക്ഷെ ഈ ഒരു കുട്ടി കയ്യും കാലും ഇല്ല. കൈയും കാലും ഇല്ല, അരക്ക് താഴോട്ട് കാലും ഇല്ല, കൈകളും ഇല്ല. നമ്മുടെ തോളിന് ഭാഗത്തായോട്ട് എന്തില്ല, കുറച്ച് ഭാഗത്തോട്ട് കൈകളും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ആ കൈയിന്റെ, കാലിന്റെ, ഇടത് കാലിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു വിരൽ മാത്രമേ ഇവനുള്ളൂ. വിരലിന്റെ ആകൃതിയിലുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ സങ്കടപ്പെടുകയാണ്, എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്? എനിക്ക് കൈയും കാലും ഇല്ലല്ലോ, എന്നെ പോലെ എല്ലാ കുട്ടികളും ഓടി കളിക്കാണല്ലോ, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഇവൻ ഒരുപാട് സങ്കടപ്പെട്ടു. എനിക്ക് ഇങ്ങനെ തന്നെ ഇപ്പൊ ചെറിയ പ്രായത്തിലെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ ഒരുപാട് കാലം ജീവിക്കുകയാണെങ്കിൽ എത്ര സങ്കടപ്പെടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ എന്താണ്, എല്ലാത്തിനും പരസഹായം ആവശ്യമുള്ള ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ, കൈയും കാലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാനും മറ്റുള്ളവരെ സഹായം വേണം അല്ലെ? ആരെങ്കിലും സഹായിക്കും, ആത്മഹത്യ ചെയ്യാൻ ആരും സഹായിക്കില്ല. അതുകൊണ്ട് ഇവൻ സ്വന്തം ട്രൈ ചെയ്ത ആ ഒരു ആത്മഹത്യാ ശ്രമം പോലും പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത് തീരുമാനിക്കണത്, ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഒരുപാട് കയ്യും കാലും ഏതായാലും ഇല്ല, ഇനി അത് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്താണ്, ഒരുപാട് സങ്കടപ്പെടാ ദിവസങ്ങൾ എന്നും ഇരുട്ടുള്ളതായിരിക്കും. ഇത് കാണുമ്പോൾ മാതാപിതാക്കളും സങ്കടപ്പെടും അല്ലെ, എൻ്റെ കുട്ടി ഇങ്ങനെ ഒരു മൂലക്ക് ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണല്ലോ എന്നുള്ള രീതിയിൽ സങ്കടപ്പെടും. അതുകൊണ്ട് ഇവൻ തീരുമാനിച്ചു, എനിക്ക് ഇല്ലാത്തതൊക്കെ പോട്ടെ, ഓൾറെഡി ഇപ്പോൾ ഇതൊക്കെ ഉണ്ട് അല്ലെ, കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലെ, കയ്യും കാലേ ഇല്ലാത്തതുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്, മാതാപിതാക്കളുണ്ട് നോക്കാൻ, ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളിൽ സഹായിക്കാൻ, എല്ലാം ഉണ്ട്. അപ്പൊ എനിക്ക് എന്തുണ്ട്, അതിൽ ഞാൻ സന്തോഷമായിട്ട് ഇരുന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കാം എന്ന് പറഞ്ഞ് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്താണ് ആ ചെറിയ വിരലിലെ ഇടത് കാലിന്റെ ഭാഗത്തുള്ള ആ ചെറിയ വിരല് കൊണ്ട് ചിത്രം വരക്കാനും പെയിന്റിങ് വരക്കാനും എല്ലാ കാര്യങ്ങളും തുടങ്ങി. ഇവന്റെ ചിത്രം വരയും പെയിന്റിങ്ങും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു കുട്ടി അല്ലെ, എന്താണോ ഇല്ലാത്തത് അതിനെ മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ എനിക്ക് എന്തുണ്ട് എന്നതിൽ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്താണ് അവന് സന്തോഷം കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതേ നിക് വ്യൂജിസിസ് തന്നെയാണ് ഇപ്പോ ഈ കാലത്ത് കയ്യും കാലും ഇല്ലാത്തതിന്റെ പേരിൽ ലോകം അറിയപ്പെട്ടിട്ടുള്ളതും. ഒരുപാട് ആളുകളെ ഒരുപാട് രാജ്യങ്ങളിലായിട്ട് ഒരുപാട് വേദികളായിട്ട് ആളുകൾക്ക് മോട്ടിവേഷനും കാര്യങ്ങളും എനർജി കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിക്ക് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ നീ എനിക്ക് കൈയും കാലും തരാത്തത് നന്നായി, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ എത്തിയിട്ടുള്ളത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ നിക് വ്യൂജിസിന്റെ കാര്യത്തിൽ അവനിക്ക് കൈയും കാലും ഇല്ലാത്തത് എന്തായിരുന്നില്ല, പരീക്ഷണമായിരുന്നില്ല, അനുഗ്രഹമായിരുന്നു. എല്ലാവരെയും പോലെ കൈയും കാലും ഉണ്ടായിരുന്നെങ്കിൽ എന്താവും, എല്ലാരെയും പോലെ ഒരു നോർമൽ ലൈഫ് ജീവിച്ചിട്ടുണ്ടാവും. പക്ഷെ അവന്റെ വേദനകൾ, അതാണ് അവനെ ഇത്രയും കരുത്തുള്ളതാക്കി മാറ്റിയിട്ടുള്ളതും. അവന്റെ ജീവിതത്തിൽ നിന്ന്, അവന്റെ വേദനകളിൽ നിന്ന് അവൻ പഠിച്ചെടുത്ത പാഠങ്ങളാണ് ലോകത്തിന് സമാധാനത്തിന്റെ വാക്കായി അവൻക്ക് കൊടുക്കാൻ പറ്റുന്നതും. അപ്പം ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് രാജ്യത്തിലുള്ള ആളുകൾക്ക് സമാധാനം കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ രീതിയിൽ പടക്കണം അല്ലെ? അപ്പൊ അതായിരുന്നു ഡയറക്ടർ ബ്രില്യൻസ്, അതായത് അതായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് തരുന്ന പരീക്ഷണങ്ങളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളും നമ്മുടെ ഇല്ലായ്മകളും ഒന്നും നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നതൊന്നുമല്ല. അതില് നമ്മളൊന്ന് സമാധാനിച്ച് ക്ഷമിച്ച് അല്ലെ, അതിനെങ്ങനെ കുറ്റം പറയാതെ, എന്തിനായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ തന്നിട്ടുണ്ടാവുക, എന്നെ എന്തായിരിക്കും ഇതിൽ നിന്ന് ദൈവം പഠിപ്പിക്കുന്നത്, എന്ത് അനുഗ്രഹമായിരിക്കും എനിക്ക് ഇതിൽ നിന്നിട്ട് വെച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന സമയത്താണ് മനുഷ്യന്മാർക്ക് ദൃഷ്ടാന്തങ്ങൾ കാണാൻ വേണ്ടി പറ്റുക അല്ലെ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളത്. നേരെ മറിച്ച് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, ലൈഫിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ, ആരെങ്കിലും നമ്മളെ വിട്ടു പോകുമ്പോൾ, ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോൾ അതിനെ പഴിച്ചിട്ട് ഇത് കാരണമാണ് എൻ്റെ ലൈഫ് മാറാത്തത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനത്തെ ആളുകളുടെ ലൈഫ് ഒരിക്കലും മാറാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ളതാ. ഇവിടെ നിക് വ്യൂജിസിന്റെ ലൈഫിൽ ഉണ്ടായ മാറ്റം എന്താണ്, അവൻ ഒരുപാട് കരഞ്ഞു, എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ആക്കിയത് ചോദിച്ചു, ഒരുപാട് വിഷമിച്ചു, ഒരു കാര്യം ഉണ്ടായില്ല അല്ലെ. നമ്മൾ ഒരുപാട് കരഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ലാത്തപ്പോൾ നമ്മളൊരു ഇരുത്തുണ്ടാവുമല്ലോ, എന്നെ കൊണ്ട് എന്തായാലും പറ്റുന്നില്ല, ഇനി എന്താണോ നടക്കേണ്ടത് അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ ലാസ്റ്റാ നമ്മൾ പറയാം. അതുപോലെ തന്നെ നിക്കു എന്താ ചെയ്തത്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്.
പക്ഷെ ഒരു കാര്യം ഇല്ലാതിരുന്നപ്പോൾ അവൻ ഒറ്റപ്പെട്ടപ്പോൾ അവൻ അവനിലോട്ട് തന്നെ നോക്കി. ഒറ്റപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിലോട്ട് തന്നെ നോക്കും, അല്ലെ? അപ്പം ഇനി ആരും എന്നെ രക്ഷിക്കാൻ വരാനില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യം വരുമ്പോ എന്ത് ചെയ്യും? എന്തൊക്കെയാ ഉള്ളത് അതിൽ സന്തോഷം കണ്ടെത്തിയിട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങും. അതുപോലെ തന്നെ ഇവനും, ഇനി എനിക്ക് ആരും കയ്യും കാലും ഒന്നും കൊണ്ടുതരാൻ പോകുന്നില്ല, വിഷമിച്ചത് കൊണ്ട് കയ്യും കാലും വളരാനും പോകുന്നില്ല എന്ന് ലാസ്റ്റ് മനസ്സിലാക്കിയപ്പോൾ, ആത്മഹത്യാശ്രമമൊക്കെ പരാജയപ്പെട്ടപ്പോൾ ഇനി ഉള്ളത് വെച്ച് ജീവിക്കുക എന്ന് മാത്രമാണ് വഴി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആണെന്ത് ചെയ്തത്? അവനിലുള്ള ആ ഒരു ശക്തി പുറം ലോകം അറിഞ്ഞത് എന്നുള്ളതാണ്. അതായത് അവന്റെ സ്കൂളിലത്തെ സ്റ്റാഫൊക്കെ അവനോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ കൈയും കാലും എല്ലാം ഉള്ള കുട്ടികള്, ഭയങ്കര സന്തോഷവും അനുഗ്രഹങ്ങളും എല്ലാം ഉള്ള കുട്ടികൾ സന്തോഷിച്ചിരിക്കേണ്ട സമയത്ത് അവരിങ്ങനെ ദുഃഖിച്ചിരിക്കും, പക്ഷെ നീ ഇതൊന്നും ഇല്ലെങ്കിലും നീ എന്താ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കണതെന്ന് ചോദിച്ചിട്ടുണ്ട്. അവന്റെ ജീവിതത്തിലെ അനുഭവങ്ങളും പാഠങ്ങളും ആണ് എന്ത് ചെയ്തത്? ലോകത്തിന് ഇന്ന് മാതൃകയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, ഒറ്റപ്പെടുന്ന സമയത്ത് മനുഷ്യൻ അവനവനിലോട്ട് നോക്കും, നമ്മളിലോട്ട് തന്നെ നോക്കും, അല്ലേ? അപ്പം ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ള ഒരുപാട് ആളുകളെ നോക്കുന്ന സമയത്ത് അവരൊക്കെ പല വേദനകളിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും, പല പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും. ലൈഫ് ഇനി മുന്നോട്ട് ഇല്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നിട്ടുണ്ടാവും. എല്ലാവരും ഒറ്റക്കാക്കുമ്പം ആർക്കും സഹായിക്കാൻ പോലും പറ്റാത്ത സമയത്ത് എന്ത് ചെയ്യും? അവനവനിലോട്ട് നോക്കും. അപ്പൊ എന്ത് ചെയ്യും? ഒരു ബോധ്യം വരും, ഇനിയിപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് ആരും എന്നെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള ബോധ്യം വരും, ഇറങ്ങിത്തിരിക്കും. അതിലെന്ത് ചെയ്യും? ഈ പ്രപഞ്ചം മുഴുവൻ അവരെ കൂടെ നിൽക്കും. ഇത് വെറുതെ ഭംഗി വാക്കൊന്നുമല്ല കേട്ടോ. നമുക്ക് മാറണം എന്നുള്ള തോന്നൽ ഉള്ളിൽ നിന്ന് വരുമ്പം, എന്നെ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ എന്നുള്ള ഉള്ളിലെ തേട്ടം നിങ്ങളുടെ ഉള്ളിലെ പ്രാർത്ഥനയായിട്ട് മാറുമ്പോൾ, മാറാനുള്ള വഴികൾ നിങ്ങളെ മുന്നിൽ തുറന്നു വരും. അതിനുള്ള ആളുകളൊക്കെ നിങ്ങളിലോട്ട് വരും, അല്ലെ? അപ്പം നമ്മളെ പലപ്പോഴും ഒറ്റപ്പെടുത്തുന്നത് പരീക്ഷണമാക്കി കാണാതെ, നമ്മൾ ഈ എപ്പോഴും ചുറ്റുപാടിലോട്ട് നോക്കിയിട്ട് അവരെന്നെക്കാളും ഭംഗിയുണ്ടല്ലോ, അവർക്ക് എന്നെക്കാളും വിദ്യാഭ്യാസം ഉണ്ടല്ലോ, വീടുണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കുക. എന്നാൽ നമ്മൾ എന്ന് പറഞ്ഞ ഈ നിധിയെ, നമ്മൾ എന്ന് പറഞ്ഞ ഈ ഒരു ഗിഫ്റ്റാണ്, ദൈവം തന്നൊരു ഗിഫ്റ്റാണ് നമ്മൾ, അല്ലെ? ഈ ഭൂമിയിൽ പിറവിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ബ്ലെസ്ഡാണ്, നിങ്ങൾ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ്. നിങ്ങളും എന്താണ്? ഇത്രയും ഉത്തമ സൃഷ്ടാവിന്റെ ഏറ്റവും ഉത്തമയായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പൊ അതിൽ പെട്ട ഒരാളാണ് നിങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പുറത്തോട്ട് നോക്കി അവരങ്ങനെ ഇവരിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവരെ വലുതാക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെയാണ് ചെറുതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ മൂല്യം തന്നെ മനസ്സിലാക്കാനും, നമ്മൾ അടിപൊളിയാണെന്നൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും എന്ത് ചെയ്യും? ഭയങ്കര ഒറ്റപ്പെടുത്തലുകളൊക്കെ തരും. അപ്പൊ ഇതിനെ പരീക്ഷണമായിട്ട് കാണാതെ നമുക്ക് നമ്മളിലോട്ട് തന്നെ നോക്കാനുള്ള അവസരമാണ്. എന്നിൽ എന്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം നമ്മളെയും എന്ത് ചെയ്യും? നമ്മളിലുള്ള ഒരു യുണീക്ക് സംഭവം, നമ്മളെ നിക് വ്യൂജിസിന് എന്താ തന്നത്? അവനെ സംസാരിച്ചിട്ട് അവന്റെ നല്ല വാക്കുകൾ ലോകത്തിന് എനർജി കൊടുത്ത്. അതേപോലെ തന്നെ നമ്മളിലും എന്തോ ഒരു സംഭവമുണ്ട്. ഈ ലോകത്ത് എല്ലാവരും ഒരുപോലെ ഇല്ല, എന്നാലോ എല്ലാവർക്കും എന്തോ ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. നമ്മളിവിടെ എല്ലാവരും വന്നത് വെറുതെയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ ഉള്ള ഒരു മരമാണെങ്കിൽ തണല് തരുന്നു, വെള്ളം ദാഹം അകറ്റുന്നു, ഓരോന്നിനും സൂര്യൻ വെളിച്ചം തരുന്നു, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ദൗത്യം ചെയ്തു തീർക്കാണ്ട്. ഇതേപോലെ തന്നെ നമ്മൾക്കും നമ്മുടേതായിട്ടുള്ള ദൗത്യം, അത് മറ്റുള്ളവരെ നോക്കിയിട്ട് എനിക്ക് അവരെ പോലെ ആവണം ഇവരെ പോലെ ആവണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ ഒരാളുടെ മൂല്യം നമ്മൾ കാണാതെ പോവാണ്. എനിക്ക് എന്നെ പോലെ ആവണം എന്ന് തിരിച്ചറിയുന്ന സമയത്താണ് ആർക്കും ചെയ്യാൻ പറ്റാത്ത എന്നാൽ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന എന്തോ ഒന്നുണ്ട്. വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒന്ന്, പക്ഷെ അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അത് എല്ലാവരിലും ഉണ്ട്. ആ ഒരു കാര്യത്തിനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ന്യൂ ഇയർ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ എന്ത് ചെയ്യണം? നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യബോധം വേണം എന്നുള്ളത്. നമ്മൾ എന്താവണം, നമ്മൾ എവിടെ എത്തണം എന്നുള്ള ഒരു ലക്ഷ്യബോധമെങ്കിലും നമുക്ക് വേണം. ലക്ഷ്യബോധം ഇല്ലാത്തവർ എന്ത് ചെയ്യും? വഴിയോര കാഴ്ചകൾ മയങ്ങിപ്പോവും, അല്ലെ? അവരെ കാണുമ്പം ഇവരെ കാണുമ്പോൾ അവിടെ സ്റ്റക്കായി പോകും. ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുമ്പോൾ ഒക്കെ നമ്മൾ അവിടെ നിന്ന് പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ ഒരു ലക്ഷ്യബോധം ഉള്ളവര്, എനിക്ക് ലോകത്ത് ഇത് ചെയ്തു തീർക്കണം, എനിക്ക് എൻ്റെ ആഗ്രഹം നേടിയെടുക്കണം എന്നുള്ള ലക്ഷ്യബോധം ഉള്ളവരെന്ത് ചെയ്യും? അവരെ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് അതിലോട്ടെത്തും. അതിനുള്ള എക്സാമ്പിൾ ആരാണ്?
ഞാൻ പറഞ്ഞ നെക്വിയോജിസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒക്കെ ലൈഫ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഏകദേശം ഒരു 20-ആം വയസ്സിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം 20-ആം വയസ്സിലാണ് അദ്ദേഹത്തിന് ഒരു മാറാരോഗം മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറഞ്ഞ ഒരു രോഗം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 90% നമ്മുടെ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് സംസാരശേഷി ഒക്കെ നഷ്ടപ്പെട്ട് ഇപ്പം ഡോക്ടേഴ്സ് പറയാണ് നിങ്ങൾക്ക് ഇനി 2 വർഷം മാത്രമേ കാലാവധി ഉള്ളൂ എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബെഡിലുള്ള കുട്ടിക്ക് 2 ദിവസം മാത്രമേ കാലാവധി ഉള്ളായിരുന്നു. അതായത് ഇവിടെ ആയുസ്സുള്ളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് തോന്നുകയാണ് 2 വർഷം എന്ന് പറയുന്നത് എത്രയോ കൂടുതലാണ്, 2 ദിവസമേ ഒരാൾക്കുള്ളൂ അല്ലെ. അങ്ങനെ ഈ ഒരു 2 വർഷം എനിക്ക് വെറുതെ ആക്കരുത്, ശാസ്ത്രജ്ഞയിലും ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവിടെ എന്തൊക്കെയോ അത്ഭുതങ്ങളുണ്ട്, ഇത് കണ്ടെത്തണം, ശാസ്ത്രത്തിന് ഒരുപാട് സംഭാവനകൾ കണ്ടെത്തണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 വർഷം വെറുതെ ജീവിച്ചു തീർക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. ഈ 2 വർഷം അദ്ദേഹത്തിൻ്റെതായിട്ട് എന്തെങ്കിലും കണ്ടെത്തലുകളൊക്കെ കണ്ടെത്തിയിട്ട് ഈ ലോകത്തിനും സമൂഹത്തിനൊക്കെ നല്ല നല്ല കാര്യങ്ങൾ സംഭാവന ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ഒരു 90% ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സംസാരശേഷി നഷ്ടപ്പെട്ടു. വീൽ ചെയറിലായിരുന്നു, ഇടക്കിടക്ക് രോഗം മൂർച്ഛിക്കും. എന്നാലും മനസ്സിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. ശരീരം തളർന്നാലും മനസ്സ് തളർന്നിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം അല്ലെ, ഞാൻ പറഞ്ഞു ഓരോരുത്തർക്ക് ഇവിടെ ഓരോന്ന് ചെയ്തു തീർക്കാനുണ്ട്. ചില ആളുകൾ ഒരു ഒരു ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ആളുകൾ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മളൊരു മിനറൽ വാട്ടർ, നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യാണ്, വെള്ളം വിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ദാഹം തീർക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും വെറുതെ അല്ല, ചെറുതുമല്ല എന്നുള്ളതാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഇവിടെ ചെയ്തു തീർക്കാനുള്ളത് എന്തായിരുന്നു? അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയോ അത്ഭുതങ്ങളുണ്ട്, ഇവിടെ എന്തൊക്കെയോ കണ്ടെത്താനുണ്ട് എന്നുള്ളതിലോട്ടായിരുന്നു ശ്രദ്ധ. അതുകൊണ്ട് തന്നെ ഒരു ശാസ്ത്രജ്ഞനായിട്ട് ആ ഒരു 2 വർഷം ഇവിടെ കണ്ടെത്താത്ത ഒരുപാട് രഹസ്യങ്ങൾ കണ്ടെത്തണം, ലോകത്തിനെ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ആ വീൽ ചെയറിൽ ഇരുന്നിട്ട് ആ അവസ്ഥയിൽ സംസാരിക്കാൻ ഒന്നും പറ്റൂല. അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകൾ ഈ ഇലക്ട്രോണിക് ഡിവൈസസ്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് യന്ത്രങ്ങളെ അത് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പം അറിയാലോ, സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ, 90%-ഓളം സംസാരശേഷി നഷ്ടപ്പെട്ട ഒരാൾ സംസാരിക്കുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ആ ഒരു ശബ്ദത്തിനെ ഒരു യന്ത്രത്തിലോട്ട് പാസ് ചെയ്തിട്ട് അതിൽ നിന്നിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി എടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞന് ഒരുപാട് സംഭാവനകൾ സമ്മാനിച്ച ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള ഒരു ഫേമസ് ബുക്ക് ഉണ്ട്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർക്കും നമ്മൾ ഇന്ന് പഠിക്കുന്ന പുസ്തകത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾക്കും ഇവിടെ കണ്ടെത്തിയിട്ടുള്ള പല കാര്യങ്ങൾക്കും സഹായിച്ചിട്ടുള്ള ഒരു ബുക്കായിരുന്നു. അത് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, ശരീരം തളർന്നിട്ടും മനസ്സ് തളർന്നിട്ടും ഇല്ലായിരുന്നു, ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. 2 വർഷം ഉള്ളെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള ലക്ഷ്യബോധം ഉണ്ടായപ്പം ബാക്കിയുള്ള നഷ്ടങ്ങളും ആരോഗ്യമില്ലായ്മയും എല്ലാം അവിടെ ഒന്നും അല്ലാതായി മാറി എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട് പത്രപ്രവർത്തകർക്ക് മുന്നിൽ: നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതിലോട്ടല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ബാക്കിയുണ്ട് എന്നതിലോട്ടാണെന്നുള്ളത്. നിങ്ങൾ നിങ്ങളോടും ഞാൻ എന്നോടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണിത് അല്ലെ. എന്ത് നഷ്ടപ്പെട്ടു എന്നതിലല്ല നമ്മുടെ ഫോക്കസ് ഉണ്ടാവേണ്ടത്, ഇപ്പോൾ എന്ത് ബാക്കിയുണ്ട് എന്നതിലാണ് എന്നുള്ളത്. അപ്പോൾ പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, ഒന്നും ബാക്കിയില്ലെങ്കിലോ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറയാണ്, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വിസ്ഫോടനത്തിൽ, ഒന്നുമില്ലായ്മയിലാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഇക്കാണുന്ന കോലത്തിൽ ഇപ്പൊ ആയിട്ടുള്ളത് അല്ലെ. ഒന്നുമില്ലായ്മയിൽ സൃഷ്ടിച്ച പ്രപഞ്ചം ഈ രീതിയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ബാക്കിയില്ലെങ്കിലും അതെന്നെ വലിയതാണെന്നുള്ളത്. നമുക്കിപ്പം ഒന്നും ബാക്കിയില്ല. ആ പത്രപ്രവർത്തകൻ പറഞ്ഞ പോലെ എല്ലാം നഷ്ടപ്പെട്ടു, അങ്ങനെയൊന്നും നമുക്ക് ആർക്കും ആയിട്ടില്ല. എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എന്തൊക്കെയോ ബാക്കിയുണ്ട്. അതിൽ ഫോക്കസ് ചെയ്തിട്ട് എൻ്റെ ലൈഫ് എൻ്റെ ഉത്തരവാദിത്തമാണ്, ആരും വന്ന് രക്ഷപ്പെടുത്താൻ പോകുന്നില്ല, ഞാൻ ഇറങ്ങി തിരിച്ചാലേ, ഞാൻ എന്തെങ്കിലുമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെയ്താലേ, മാറ്റത്തിനായിട്ട് ഇറങ്ങിയാലേ എൻ്റെ ലൈഫ് മാറുള്ളൂ എന്നുള്ള ബോധം നമുക്ക് വേണം എന്നുള്ളതാണ്. അപ്പം ഇനി ഇനി നിങ്ങളുള്ളൊരു ചോദ്യം തോന്നുക, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, എന്നാലും കുഴപ്പമില്ല, ഒന്നുമില്ലായ്മയിലാണ് ഇവിടെ പലതും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഇപ്പം പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ,
ഈ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതും എന്താണ്, ഏകദേശം 15 മിനിറ്റോളം എടുത്ത് സംസാരിക്കാൻ, അദ്ദേഹം സംസാരിക്കാനുള്ള ചലനശേഷിയൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ വിക്കി വിക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ ഒരു അമൂല്യമായിട്ടുള്ള വാചകങ്ങളാണല്ലേ ഇത് ചെറിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞ ഈ ഒരു കോട്സ് ഒരിക്കലും ചെറുതല്ല, അത്രയും മൂല്യമുള്ളതാണ്. ഈ ഒരു കാര്യങ്ങൾ പുറം ലോകത്ത് എത്തിച്ചത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ്. അദ്ദേഹം പറയുന്ന ആ ഒരു സംസാരത്തിനെ കമ്പ്യൂട്ടറൈസ്ഡ് യന്ത്രങ്ങളിലോട്ട് കോപ്പി ചെയ്തിട്ട് അതിൽ നിന്നിട്ടാണ് ഇത് എന്താന്ന് മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, 2 വർഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ ആയുസ് പറഞ്ഞിട്ടുള്ളൂ അല്ലെ, 20-ആം വയസ്സിൽ രോഗം വന്ന മനുഷ്യൻ. പക്ഷെ അദ്ദേഹം വീണ്ടും 56 വർഷം ജീവിച്ചു. 20 വയസ്സിന് ശേഷം വീണ്ടും 56 വർഷം ജീവിച്ചു. അത് മാത്രല്ല, ടോട്ടലി 76 വയസ്സ് വരെ ആയുസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ അല്ലെ ഓരോ തീരുമാനങ്ങൾ ഉണ്ടാവൂലേ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പല മാജിക്സും ഇവിടെ നടക്കും എന്നുള്ളത്. ചില രോഗങ്ങൾ മാറൂല എന്ന് പറഞ്ഞത് മാറും, ചില കാര്യങ്ങൾ അവർക്ക് ഇത്ര ആയുസ് ഉള്ളൂ എന്ന് പറയുന്നത് അതിലേറെ നീട്ടിക്കിട്ടും. അതെല്ലാം നടക്കാറുണ്ട്. ഏതിനു മുന്നിൽ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ കരുത്തിനും അവരുടെ നിശ്ചയദാർഢ്യത്തിനും മുന്നിൽ മാറാത്തതൊക്കെ മാറും, നടക്കാത്ത അത്ഭുതങ്ങളൊക്കെ നടക്കും. അതേപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് 76 വർഷം, ഏകദേശം 20 വയസ്സുമുള്ള മനുഷ്യൻ 22 വയസ്സ് വരെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞേ, പക്ഷെ 76 വർഷം അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ്. വീണ്ടും ആ ഒരു വീൽ ചെയറിൽ ഇരുന്ന് അദ്ദേഹം നമ്മളോട് തന്നെ പറയാണ്, ജീവിതയാത്രയിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കും, ചിലപ്പോ നിങ്ങൾ വീണുന്നിരിക്കും, അതൊക്കെ സാധാരണമാണ്. പക്ഷെ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാതെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് പറ്റുന്ന തെറ്റ് എന്നുള്ളത്. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും പറയുന്ന എന്താണ്, എനിക്ക് അന്ന് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അന്ന് അത് പോയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പം അദ്ദേഹത്തിന്റെ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ രോഗമാണ്, എൻ്റെ ബോഡി തളർന്നിട്ടുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അവരെന്നെ ഒഴിവാക്കി പോയിട്ടുണ്ട്, എനിക്ക് ആ ഒരു എക്സാമിൽ മാർക്ക് കിട്ടിയിട്ടില്ല, അന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ കുറേ എക്സ്ക്യൂസുകൾ ഉണ്ടാവും നമുക്ക് എപ്പോഴും സങ്കടപ്പെടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിരുന്ന് ഇങ്ങനെ സങ്കടപ്പെടും, അതുകൊണ്ടാണ് എൻ്റെ ജീവിതം മെച്ചപ്പെടാത്തത്, ഞാൻ എവിടെ എത്തിപ്പെടാത്തത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മടിയന്മാരുടെ ലക്ഷണമാണെന്നാണ് പറയാം. കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരു ഉള്ളിൽ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ പോലെ തന്നെ ഇവരൊക്കെ പോലെ തന്നെ എനിക്ക് ജീവിക്കണം, എനിക്ക് എൻ്റെ ലൈഫ് മാറണം, എനിക്കിങ്ങനെ ആയാൽ പോരാ, എനിക്കിവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ള ലക്ഷ്യബോധം ഉള്ളവരുടെ മുന്നിൽ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ പോലെ തന്നെ മാറാ രോഗങ്ങളടക്കം മാറി നിൽക്കും. 2 വർഷം മാത്രം ആയുസുള്ളൂ എന്ന് പറഞ്ഞത് അടക്കം മാറി നിൽക്കും. എല്ലാ നിയമങ്ങളും അവിടെ മാറി നിൽക്കും എന്നുള്ളതാ. അതുകൊണ്ട് തന്നെ ഇതുവരെ നമുക്കൊരു ലക്ഷ്യം ഇല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, പക്ഷെ ഇനി മുതലെങ്കിലും നമുക്കൊരു ലക്ഷ്യം വേണം അല്ലെ. 2025 വരാൻ വേണ്ടിയിട്ട് പോവാണെന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഇതെന്താണ് എല്ലാ ന്യൂ ഇയറിന്റെ തലേന്നും പറയുന്നതാണ്, ഇതിനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത്. ശരിക്കും 2025 എന്നൊന്നും നോക്കണ്ട, ഒരു ഞായറാഴ്ച ആണെന്ന് വിചാരിക്കുക, അപ്പം അടുത്ത തിങ്കളാഴ്ച മുതലെങ്കിലും എന്നിൽ ഒരു ചെറിയ മാറ്റെങ്കിലും ഇന്നലത്തേനേക്കാളും കഴിഞ്ഞ വർഷത്തേനേക്കാളും വരണം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ മാറ്റം വരും തീർച്ചയായിട്ടും എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം കടന്നു പോയതുപോലെ എങ്ങനെയൊക്കെയോ ജീവിക്കണം, ഫുഡ് കഴിക്കണം, കാര്യങ്ങളൊക്കെ നടക്കണം എന്നതിനേക്കാളും നമ്മൾ ഒരു സ്ഥലത്തോട്ട് യാത്ര തിരിക്കുമ്പോൾ നമുക്കറിയൂലേ ഞാൻ ഏത് ബസ്സിലാണ് കയറേണ്ടത്, എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവൂലേ. അതില്ലാതെ ഒരു മനുഷ്യൻ യാത്ര ചെയ്താൽ എന്താണ്ടാവുക, ഏതോ ബസ് സ്റ്റാൻഡിൽ പോകും, ഏതോ ബസ്സിൽ കയറും, എവിടോ ഇറങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ നട്ടം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ എവിടെ എത്തി അറിയാതെ ഒരു നിൽക്കൽ നിൽക്കൂലേ. ഇതേപോലെ തന്നെയാണ് നമുക്ക് ലക്ഷ്യബോധം ഇല്ലെങ്കിൽ അടുത്ത വർഷം അല്ലെ ഇനി വരുന്ന ഇപ്പൊ നമുക്ക് എത്ര വയസ്സായോ, ഒരാൾക്ക് 20 വയസ്സാണെങ്കിൽ എൻ്റെ 21-ാം വയസ്സ് മുതൽ എന്താവണം എന്നുള്ള ഒരു ചെറിയ കണക്ക് കൂട്ടലെങ്കിലും മനസ്സിലില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതോ ബസ്സിൽ കയറി ഏതോ സ്റ്റോപ്പിൽ ഇറങ്ങുന്ന അവസ്ഥ ആയിരിക്കും അല്ലെ. നമ്മളിപ്പോ ഒരു പച്ചക്കറി തോട്ടം, ആ തോട്ടത്തിലോട്ട് ഒരു നമുക്കറിയാം ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കുളം തോടൊക്കെ ഉണ്ടാവില്ല, അതിൽ നിന്നിട്ട് വെള്ളം നമ്മൾ തോട്ടത്തിലോട്ട് വഴി തിരിച്ചു വിടും അല്ലെ, ഇതൊക്കെ നനയാൻ വേണ്ടിയിട്ട്. അതിന് നമ്മളൊരു വഴി ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അതിലൂടെ വെള്ളം ഒഴുകുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, വെള്ളം തോന്നിയ പോലെ പരന്നൊഴുകാൻ വേണ്ടി തുടങ്ങും. ഇതുപോലെ തന്നെ നമുക്കൊരു ഗോള്, ഒരു ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് പറഞ്ഞൊരു കാര്യമില്ലേ, ഗോളൊക്കെ സെറ്റ് ചെയ്യുക, വലിയ പൈസക്കാർ വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞ കാര്യമില്ലേ, നമ്മൾ സാധാരണക്കാർക്കൊക്കെ എന്ത് ഗോള്, അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു മനുഷ്യനാണെങ്കിൽ ഒന്നുമില്ല, നിങ്ങളിന്ന് രാവിലെ
ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി എന്ന് വിചാരിക്കാം. എന്ത് വാങ്ങണം എന്ന് തീരുമാനിക്കാതെ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവിടെ കാണുന്ന ഫുൾ സാധനം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൊട്ടയ്ക്ക് എടുത്തിടും അല്ലേ? എന്നിട്ട് അതെന്ത് ചെയ്യും? പോയി ബില്ലാക്കും. അപ്പോൾ ഒരുപാട് നമ്മൾ വിചാരിച്ചതിനേക്കാളും കണക്ക് കൂട്ടിയതിനേക്കാളും ബജറ്റ് കൂടും. നമ്മളെ അക്കൗണ്ടൊക്കെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ആ മാസത്തെ ചെലവൊക്കെ നമ്മളെ കയ്യിൽ നിൽക്കൂല. കാരണം ഒരുപാട് പണമായിട്ടുണ്ടാവും. നേരെ മറിച്ച് ഒരു ലക്ഷ്യത്തോടെ ഒരാള് എനിക്കൊരു പാക്കറ്റ് പാലും കുറച്ച് അരിയും ഫ്രൂട്ട്സും അത് മാത്രം മൈൻഡിൽ വെച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എന്തുണ്ടാവുക? അത് മാത്രം വാങ്ങും. അയാൾ വിചാരിച്ച ബജറ്റിൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇറങ്ങും എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിലെ ഓരോ കാര്യത്തിനും ഒരു ഗോള്, ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന കാര്യം മാത്രം ലക്ഷ്യമില്ലാതെ പോയ ഒരാളുടെ ലൈഫ് അത്രക്ക് ബോറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്രക്ക് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, ലൈഫിൽ ഒരു ലക്ഷ്യം ഇല്ലാതാവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പറയും എൻ്റെ കയ്യിൽ ഒരു കൺട്രോളും ഇല്ല, ദൈവം എൻ്റെ ലൈഫ് എങ്ങോട്ടേക്കോ കൊണ്ടുപോവാണ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ എങ്ങോട്ടേക്കോ എത്തിപ്പെടാണ്. അതങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും നമ്മളെ കൺട്രോളിലില്ല, അങ്ങനെയൊന്നുമില്ല. സൂറത്തുൽ റഅദിൽ പറയുന്ന ഒരായത്താണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഏതൊരു ജനതയും അവരുടെ ഉള്ളില് മാറണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ ഞാൻ പോലും അവരെ മാറ്റുള്ളൂ എന്നുള്ളതാ. ഇപ്പം ഒരാള് അദ്ദേഹം സിഗരറ്റ് വലിക്കുന്നുണ്ട്, പക്ഷെ ഒരുപാട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ സിഗരറ്റ് വലിക്കുന്ന ഈ ഒരു സംഭവം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, മാറ്റാൻ അദ്ദേഹം ആദ്യം തീരുമാനിക്കണം അല്ലെ? അതേപോലെ നമ്മുടെ ഏത് ബാഡ് ഹാബിറ്റ്സും നമുക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യം തീരുമാനിക്കുന്ന സമയത്ത്, നമ്മൾ അതിനായിട്ട് ഇറങ്ങി തിരിക്കുന്ന സമയത്താണ് ദൈവം പോലും നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയും നമ്മളെ കൂടെ നിൽക്കുകയും ചെയ്യുള്ളൂ. അപ്പം ഒരു ലക്ഷ്യവും ഇല്ലാതെ എങ്ങനെയെങ്കിലൊക്കെ ലൈഫ് പോട്ടെ എന്ന് നമ്മൾ മനസ്സിൽ തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ട് എന്താ അറിയില്ല, എൻ്റെ ലൈഫ് മാത്രം ഒരു എന്താ പറയാ, ഒരു ഒരു ഒഴുക്കില്ലാതെ ഇങ്ങനെ പോവാണ്, എവിടെ എത്തുന്നത് അറിയില്ല അല്ലെ? അങ്ങനെയൊക്കെ പറയും കുറെ ആൾക്കാർ. അപ്പം അതില് ദൈവത്തിനെ കുറ്റം പറയാതെ, ഈ പ്രപഞ്ചത്തിനെ കുറ്റം പറയാതെ, ജീവിതത്തിനെയും വിധിയെയും കുറ്റം പറയാതെ നമ്മൾ ആദ്യം ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് 2025 ഇന്നത് പഠിക്കണം, അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെങ്കിലും. എനിക്ക് ഈ കോഴ്സ് പഠിക്കണം, ഈ ഒരു കാര്യം ചെയ്യണം, ഇത്ര ഏണിങ്, ഇത്ര വരുമാനം എനിക്ക് ഉണ്ടായിരിക്കണം. കിട്ടുമോ കിട്ടൂലോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ ലക്ഷ്യം സെറ്റാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു വഴി നമ്മളെ ഉള്ളിൽ സെറ്റാക്കുന്ന സമയത്ത് പുറത്ത് അത് നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നിങ്ങളിലോട്ട് എത്തിപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ അല്ലേ, ഈ ഒരു 2024 ലാസ്റ്റ് ഫ്രീ സെഷനാണ്. അപ്പം അതിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഫാമിലി, എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ വീട്, എല്ലാ കാര്യങ്ങളിലും ഇനി എനിക്ക് എവിടെ എത്തണം, എന്തൊക്കെ മാറ്റം വരണം എന്ന് ഒരു ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ജേർണൽ ചെയ്തിട്ട് വെക്കുക. നിങ്ങളുടെ ഗോൾസ് ഒക്കെ സിമ്പിളായിട്ട് പറയാൻ കേട്ടോ. അഡ്വാൻസ്ഡ് ഗോൾ സെറ്റിംഗ് അല്ല ഇത് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പം കറക്റ്റ് സമയത്തിന് ഉറങ്ങൂല, കറക്റ്റ് ഭക്ഷണം കഴിക്കൂല, ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല, എന്നിട്ട് നമ്മളിങ്ങനെ പറയാണ് എനിക്ക് ആരോഗ്യമില്ല, അവിടെ വേദന ഇവിടെ വേദന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ നമ്മൾക്കൊന്ന് മാറാൻ ഒരു വഴി നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഒന്നുകിൽ ഞാനിനി എക്സസൈസ് ചെയ്യും, അതിനെന്താ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. ജിമ്മിൽ പോകണമെങ്കിൽ അത് പോവാം. നിങ്ങളുടെ ഭക്ഷണങ്ങൾ അല്ലേ, ഒരാൾക്ക് നല്ല ഷുഗർ ഉണ്ട്, പക്ഷെ എന്താണ്, വെറുതെ കുറേ മധുരം ഇങ്ങനെ കഴിച്ചിട്ട് ഷുഗർ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മധുരം കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക, ഉറക്കം കറക്റ്റ് ആക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്താൽ മാറുന്ന, നമ്മൾ ചെയ്താൽ ആരോഗ്യം നന്നാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ ആരോഗ്യം മെച്ചപ്പെടുള്ളൂ. അപ്പൊ ഇതുപോലെ ആരോഗ്യത്തിലെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബന്ധങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് നന്നാവാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതി വെക്കുക. എനിക്കൊരു വീട്, എനിക്ക് കാറ്, അല്ലെ, ഇതൊന്നും വെറുതെ പറയുന്ന കാര്യങ്ങളല്ല കേട്ടോ. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ഒരു ബുക്കിലോട്ട് പെന്നൊക്കെ എടുത്തിട്ട് കുറച്ച് സമയം അതിനായിട്ട് മാറ്റി വെച്ചിട്ട് ജേണൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തുറക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അല്ലെ, നമ്മൾ എനിക്കിത് വേണം എന്നുള്ള ഒരു ഉറച്ച സംഭവം വരികയാണ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇതൊരു ഓർമ്മ ഉണ്ടാവും, ആ യെസ് എനിക്ക് വീട് വേണം, എനിക്ക് വീട് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീട് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു തുടങ്ങും. ഇനി ഇതൊന്നും അല്ലാത്ത ഒരാൾ എന്തായിരിക്കും? ആ, എപ്പോഴെങ്കിലൊക്കെ ഒരു വീടാവണം, വീടാവാനുള്ള കാര്യങ്ങളൊക്കെ എത്തിപ്പെടണം. അതിങ്ങനെ പോവും. 1 വർഷം കഴിയും, 2 വർഷം കഴിയും, 3 വർഷം കഴിയും അല്ലേ? അതായത് ലക്ഷ്യബോധമില്ലാത്ത ഒരാള് വഴിയോര കാഴ്ചയിലൊക്കെ മയങ്ങിപ്പോയിട്ട് ഇങ്ങനെ ഒന്നും അല്ലാതായി പോകും എന്നുള്ളതാ.
അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞു പോയ പരീക്ഷണങ്ങളാണ് എൻ്റെ ലൈഫ് തളർത്തുന്നത്, എന്നെ ഒന്നും അല്ലാതാക്കി മാറ്റുന്നത്, എൻ്റെ ചുറ്റിലുള്ള ആളുകളാണ് എന്നെ വേദനിപ്പിക്കുന്നത്, എൻ്റെ ലൈഫിലെ വിജയം ഒഴിവാക്കുന്നത് എന്ന് പറഞ്ഞ എക്സ്ക്യൂസുകൾ, ഇതൊക്കെ മടിയന്മാരുടെ ലക്ഷണം. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുത്തു തുടങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഇപ്പൊ എന്തൊക്കെയോ ബാക്കിയില്ലേ, അത് വെച്ചിട്ട് തുടങ്ങാം. നമ്മൾ കഥകളിൽ കേട്ട പോലെ ഒരിക്കലും മായാവി വന്ന് ലുട്ടാപ്പി വന്ന് അങ്ങനത്തെ പണ്ട് കേട്ട ചെറുപ്പത്തിൽ പരിചയിച്ച കഥകളിൽ പോലെ ഒരാളും നമ്മളെ വന്ന് രക്ഷപ്പെടുത്താനൊന്നും പോണില്ല. നമ്മുടെ സ്വന്തം ലൈഫിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് മാറ്റത്തിനായിട്ട് പ്രയത്നിച്ച് തുടങ്ങുമ്പോൾ അപ്പം നിങ്ങൾക്കായിട്ട് ഈ ഒരു യൂണിവേഴ്സ് പ്രപഞ്ചം വഴി ഒരുക്കി തരും. നിങ്ങളെ സഹായിക്കാനുള്ള ആളുകളെ കാണാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് അതിനായിട്ടുള്ള വഴികൾ കാണാൻ വേണ്ടി പറ്റും, എല്ലാം കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇവരൊന്നും ഇത്രയും കാലം ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ, ഈ വഴികളൊന്നും ഞാൻ കണ്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് കാണാത്തത്? നമ്മൾ അതിന് വേണ്ടി റെഡി അല്ലായിരുന്നു. നമ്മൾ റെഡി ആവുമ്പോഴേ നമുക്ക് വേണ്ടതൊക്കെ നമ്മളെ കൺമുന്നിൽ തെളിഞ്ഞു വരികയുള്ളൂ എന്നുള്ള. എന്നാൽ നമ്മൾ ഇത്രയും കാലം ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ലൈഫിനെ എങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ മാത്രം മുന്നിലോട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ. അപ്പം പല ആൾക്കാരും പറയുന്ന അത്ഭുതമാണ്, ഞാൻ എൻ്റെ ഉള്ളിലൊരു തീരുമാനം എടുത്തപ്പോഴേക്ക് എൻ്റെ മുന്നിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി. അപ്പൊ ആ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാവകാശം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീണ്ടും ഓർക്കാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഏതൊരു ജനതയും ഏതൊരു മനുഷ്യനും അവന്റെ ഉള്ളിൽ അവൻ മാറണം എന്ന് തീരുമാനിക്കുന്നത് വരെ അവനെ ഞാൻ പോലും മാറ്റൂല. അപ്പൊ മാറണം എന്ന് നമ്മൾ തീരുമാനിക്കാം. നമ്മുടെ ലൈഫിന്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലാണ്. എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ മാറട്ടെ, അവരുടെ സ്വഭാവമൊക്കെ മാറട്ടെ, എന്നാലേ എനിക്ക് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, എന്നിലൊരു ഉയർച്ച കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂമി വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്നലെ വരെ വിചാരിച്ചു എൻ്റെ ചുറ്റിലുള്ള ആളുകളൊക്കെ മാറട്ടെ എന്നാൽ ഞാനും മാറും എന്നുള്ളത്. പക്ഷെ പിന്നീട് കുറച്ചുകൂടെ വിസ്റ്റമാറ്റിക് ആയ ഞാനൊരു ജ്ഞാനിയായ സമയത്ത് എനിക്ക് മനസ്സിലായി, എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരൊന്നും മാറാൻ വേണ്ടി പോകുന്നില്ല. അതായത് അവര് മാറട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നാൽ മാറൂല. കാരണം ഓരോരുത്തർക്കും അവര് പെർഫെക്റ്റാ. ആരോടും നിങ്ങൾ നേരെ പോയിട്ട് നീ റെഡി അല്ല കേട്ടോ, നീ മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഈഗോ സമ്മതിച്ച് തരൂല എന്നുള്ളതാ. പലപ്പോഴും അവർക്കാവില്ല പ്രശ്നം, നമ്മൾ നോക്കിക്കാണുന്ന മൈൻഡ് സെറ്റിനും കൂടെ ആയിരിക്കും പ്രശ്നം എന്നുള്ളത്. അപ്പം മറ്റുള്ളവർ മാറട്ടെ എന്ന് പറഞ്ഞിരിക്കാതെ റൂമി പറയാണ്, പണ്ട് ഞാൻ വിചാരിച്ചു മറ്റുള്ളവർ മാറട്ടെ മറ്റുള്ളവർ മാറട്ടെ, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ മാറിയാൽ മതി എൻ്റെ ചുറ്റിലുള്ളതൊക്കെ മാറും എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഫിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഒരൊറ്റ ആള് തീരുമാനം എടുത്ത് മാറ്റത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പം അതിന് വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ പറ്റുന്നത്. അതൊരു പുസ്തകം വായിക്കണതായിക്കോട്ടെ, ഡെയിലി ബോറടിച്ചിരിക്കുന്ന ജീവിതമാണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ പുസ്തകം വായിച്ചിരിക്കുന്നത് പോലും ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരും, കുറച്ചുകൂടെ അറിവ് നമ്മളിൽ ഉണർത്തും എന്നുള്ളതാണ്. എക്സസൈസ് ചെയ്യുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത്, ജേണലിങ് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആഗ്രഹങ്ങളെങ്കിലും, അല്ലെ, നമ്മളൊരു ലക്ഷ്യം ഇട്ട് കൊടുക്കുക, ഒരു വഴി നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെ, നമ്മളൊരു വണ്ടിയൊക്കെ ഓട്ടുന്ന സമയത്ത് റോഡ് ഉണ്ടാവില്ല, എന്നാലല്ലേ അതിലൂടെ കാര്യങ്ങൾ പോവുള്ളൂ. ഇതുപോലെ നമ്മൾ തന്നെ ഓക്കെ എനിക്ക് ഇതൊക്കെ വേണം, ഞാൻ ഇതൊക്കെ നേടിയെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജേണൽ ചെയ്തിട്ട് വെക്കുക. ന്യൂ ഇയറിന്റെ മുന്നായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ബക്കറ്റ് ലിസ്റ്റ് നോക്കുള്ളത്. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ചെറിയ കുട്ടികളൊക്കെ രസത്തോടെ ഇങ്ങനെ ആഗ്രഹിക്കൂലേ, എനിക്ക് മിഠായി വേണം, എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഇത് കിട്ടണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ആ കുട്ടികൾ ഒരിക്കലും ചിന്തിക്കണില്ല, ഇത് നടക്കുവോ നടക്കൂലേ, ആരാ വാങ്ങിത്തരാ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അവരവർക്ക് വേണം വേണം എന്നുള്ള ലിസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ ബക്കറ്റ് ലിസ്റ്റിലൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം എഴുതി വെക്കാം. ഫോൺ വാങ്ങണം, ഡ്രസ്സ് വാങ്ങണം, അവിടെ പോകണം, ഇവിടെ പോകണം, നിങ്ങൾക്ക് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ഭയങ്കര രസത്തോടെ എഴുതി വെക്കാം. എഴുതി വെച്ച് പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അത്ഭുതം, കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആവുമ്പോൾ എഴുതി വെക്കാം, പക്ഷെ ഈ വർഷം ലാസ്റ്റിക്ക് നമ്മൾ ആ ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ നമ്മൾ എഴുതി വെച്ച ഏകദേശം മുക്കാ ഭാഗം കാര്യങ്ങളും നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വിത്താണ്. നമ്മുടെ ചിന്തകളായിട്ടാണല്ലോ ആഗ്രഹങ്ങൾ വരുന്നത്, അത് വിത്താണ്. അത് ഉള്ളിൽ ഇട്ട് കൊടുത്താലേ അത് വളർന്നിട്ട് അതിന്റെ ഫലം വരുള്ളൂ. നമുക്ക് ആപ്പിൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന്റെ തൈ ആദ്യം നടണ്ടേ, എന്നാലല്ലേ അത് വരുള്ളൂ. അല്ലെ, ഏതൊരു ഫലം വരണം എന്നുണ്ടെങ്കിലും അതിന്റെ വിത്ത് നടണം. ഇതുപോലെ തന്നെയാണ് നമ്മളെ ഈ ലക്ഷ്യങ്ങൾ നമ്മളെ മനസ്സിൽ ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്താണ് പുറത്തോട്ടും അത് വരാന്നുള്ളത്. അപ്പം പരീക്ഷണങ്ങളിൽ ഇരിക്കുന്ന, വേദനകളിൽ ഇരിക്കുന്ന മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവും. എനിക്ക് നിങ്ങളെ അടുത്ത് പറയാനുള്ളത്, സൂറത്തുൽ കഹ്ഫില് പഠിച്ചും പറയുന്ന ഒരു കാര്യമുണ്ട്, അവര് എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യം കാണിച്ചപ്പോൾ അവരെ മനസ്സിന് ഞാൻ കരുത്തു കൊടുത്തു എന്നുള്ളത്.
അപ്പോൾ നമ്മൾ പല വേദനകളിലും പല സങ്കടങ്ങളിലും ഇങ്ങനെ ഇരുന്ന് പോണ അവസ്ഥ ഉണ്ടാവും. ആരും രക്ഷപ്പെടുത്താനില്ലാതെ കരഞ്ഞ് 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 ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥകളൊക്കെ മനുഷ്യന്മാർക്ക് വരും. പക്ഷെ ആ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ലൈഫ് എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഇത് മാറുള്ളൂ എന്നുള്ള ആ ഒരു കരുത്തോടെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ എഴുന്നേൽക്കാനുള്ള ധൈര്യം കാണിക്കുകയാണെങ്കിൽ, പിന്നീട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ആര് തരും? നിങ്ങളുടെ ക്രിയേറ്റർ തരും എന്നുള്ളതാണ്. പക്ഷെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കാണിക്കണം. എഴുന്നേൽക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം അല്ലെ? ആ ധൈര്യം കാണിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് കരുത്ത് തരിക എന്നുള്ളത്. അല്ലാതെ എനിക്ക് അത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു, എൻ്റെ പരീക്ഷണങ്ങൾ എന്നെ ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ തളർന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും എന്നുള്ളതാണ്. നേരെ മറിച്ചിട്ട് നിങ്ങൾ എഴുന്നേൽക്കാനുള്ള ധൈര്യം കാണിക്കാം. അപ്പൊ ബാക്കി വഴികൾ തുറന്നു വരും, സഹായിക്കാനുള്ള ആളുകൾ വരും, എല്ലാം വരും എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇന്നത്തെ സെഷനിൽ മെയിനായിട്ട് ഇതാണ് പറയാനുള്ളത്. നമ്മുടെ എക്സ്ക്യൂസുകൾ നമ്മളെ എവിടെയും കൊണ്ടെത്തിക്കില്ല. കഴിഞ്ഞ വർഷമുള്ള എക്സ്ക്യൂസുകൾ ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. അത് അടുത്ത വർഷത്തോട്ട് അതിങ്ങനെ കൂടിക്കൂടെ അതിന്റെ ലിസ്റ്റ് കൂടും. അവരെ വേദനിപ്പിച്ചു, നമ്മൾ നഴ്സറി ക്ലാസ്സുകളിലൊക്കെ പറയില്ലേ, ആ കുട്ടി എന്നെ ഒന്ന് അടിച്ചു ടീച്ചറെ, ഇങ്ങനെ ആക്കി ടീച്ചറെ, എങ്ങനെയൊക്കെ പറയൂലേ? ഇതുപോലെ തന്നെയാണ്. എനിക്ക് അത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു, അത് കിട്ടിയില്ല, ഞാൻ ആഗ്രഹിച്ചത് നടന്നില്ല, അവരെന്നെ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അതുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്, ഒന്നും ആവാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്നും അങ്ങനെ ഇരിക്കാം. എന്നാ അതിൽ നിന്നിട്ട് നിങ്ങൾ ഒരു ധൈര്യം കാണിക്കും, എഴുന്നേൽക്കാനുള്ള ധൈര്യം കാണിക്കും. ബാക്കി എല്ലാ വഴികളും അതിൻ്റെ ആ ഒരു കരുത്തും കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ നഷ്ടപ്പെടും. നമ്മളിപ്പം സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ സ്റ്റോറി പറഞ്ഞു, നിക് യൂജിസിന്റെ സ്റ്റോറി പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവരെല്ലാവരും എല്ലാം തികഞ്ഞിട്ടുള്ള ആളുകളൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ടുള്ള ആളുകളൊന്നുമില്ല. 90% ചലനശേഷി നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ ലോകത്ത് ഇത്രയും സംഭാവനകൾ നൽകിയിട്ടുള്ളത്. അദ്ദേഹം അന്ന് ആ വീൽ ചെയറിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടെത്തിയ ഒരു കാര്യമായിരുന്നു 1972 കാലഘട്ടത്തിലൊക്കെ. അതായത് ഈ ലോകത്തിന് ഒരു തുടക്കവും ഒടുക്കവും ഉണ്ട്. അന്ന് കണ്ടെത്തിയത് വീൽ ചെയറിൽ ഇരുന്ന് ശാസ്ത്രത്തിന് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് സ്വയം കണ്ടെത്തിയ കാര്യങ്ങൾ. ഈ ലോകത്തിന് ഒരു തുടക്കവും ഉണ്ട്, ഒരു ഒടുക്കവും ഉണ്ട്. അതേപോലെ തന്നെ യന്ത്രങ്ങൾ മനുഷ്യന്മാരെ നയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ കാലത്തിലല്ലേ ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യന്മാർക്ക് വാസയോഗ്യമല്ലാത്തൊരു കാലം വരും അല്ലെ? ആ ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനൊക്കെ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് എടുക്കാനുള്ള ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരീക്ഷണങ്ങളും നഷ്ടങ്ങളും ഒന്നുമല്ല നമ്മളെ ലൈഫിനെ ഒന്നും അല്ലാതാക്കി മാറ്റുന്നത്. എന്നാൽ നമ്മൾ തന്നെ ചിന്തിക്കുന്നതാണ് പ്രശ്നം. എൻ്റെ പരീക്ഷണങ്ങളാണ്, എൻ്റെ നഷ്ടങ്ങളാണ് എന്നെ ഒന്നും അല്ലാതാക്കി മാറ്റുന്നത് എന്നുള്ള ചിന്തയിലാണ് പ്രശ്നം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഫസ്റ്റിൽ പറഞ്ഞ പോലെ നിങ്ങളിലോട്ട് കടന്നു വരുന്ന ഓരോ പരീക്ഷണങ്ങളും ഓരോ വേദനകളും നിങ്ങളുടെ ഉള്ളിലോട്ട് വെളിച്ചം കൊണ്ടുവരാനും നിങ്ങൾ ഒന്നുകൂടെ കരുത്താക്കി മാറ്റാനും ഇവരൊക്കെ ചെയ്തതുപോലെ എന്തോ ഒരു സ്പെഷ്യൽ യുണീക്ക് സംഭവം നിങ്ങളിലുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. ആ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റൂല, അത് നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. എന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം നിങ്ങൾക്കും ചെയ്യാൻ പറ്റൂല. അതെന്താ, നമ്മൾ ഓരോരുത്തർക്കും ഒരു യുണീക്ക് പേർപ്പസ് ഇവിടെ ഉണ്ട്. അത് മറ്റുള്ളവരിലോട്ട് നോക്കിയിരിക്കാതെ നമ്മളിലോട്ട് നോക്കുന്ന സമയത്താണ് അത് റിവീൽ ആവുക, ഒരു രഹസ്യം കണ്ടെത്താനും ഈ ലോകത്തിന് അത് ഉപകാരപ്പെടാനും ഒക്കെ തുടങ്ങുക എന്നുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു തീരുമാനം നിർബന്ധമായിട്ടും എടുക്കുക. എൻ്റെ ലൈഫ് എൻ്റെ ഉത്തരവാദിത്തത്തിലാണ്, നഷ്ടപ്പെട്ടതൊക്കെ പോയി, ബാക്കിയുള്ളത് എൻ്റെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് എനിക്ക് മാറണം, അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങണം. സോ അതിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ട് നിങ്ങളൊരു പെന്നും ബുക്കൊക്കെ എടുത്തിട്ട് 2025 നിങ്ങൾക്ക് എന്തൊക്കെ ആവണം, എവിടേക്ക് എത്തിപ്പെടണം, നിങ്ങളുടെ ആഗ്രഹങ്ങളും ഗോൾസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. വീണ്ടും പറയാം, നടക്കുമോ നടക്കില്ലോ ഒന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് സെറ്റ് ചെയ്ത് എഴുതി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ട കാറ്, വീട്, കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അതുപോലെ ആഗ്രഹങ്ങൾ, എനിക്ക് ഇവിടെ പോകണം അവിടെ പോകണം എന്നൊക്കെ എഴുതി വെക്കുക. നിങ്ങളെ ഉയരാനുള്ള, നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കാനുള്ള കാര്യങ്ങൾ, ആ വഴി നിങ്ങൾ വെട്ടിക്കൊടുത്താൽ ജീവിതം ആ വഴിയെ ഒഴുകി തുടങ്ങും എന്നുള്ളതാ. പക്ഷെ നമ്മൾ ആ വഴി ഇതുവരെ നമുക്ക് വെട്ടി കൊടുത്തിട്ടില്ല. നമ്മൾ തന്നെ വഴിയൊക്കെ മതിലൊക്കെ വെച്ച് അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെടുക എന്നുള്ളതാണ്. സോ എന്ത് ചെയ്യാം, ഗോൾസ് സെറ്റ് ചെയ്യുക. ലൈഫിൽ എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നാണ് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എല്ലാവരും ഒരുപാട് പണം കൊണ്ടാവണമെന്നില്ല. ചില ആളുകൾ അറിവ് കൊണ്ടായിരിക്കും, ചില ആളുകൾ നല്ല ആരോഗ്യം കൊണ്ടായിരിക്കും, ചില ആളുകൾ നല്ല ബന്ധങ്ങൾ കൊണ്ടായിരിക്കും. ഓരോ രീതിയിലും നമുക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം ഇവിടെ ഉണ്ട്. ഓക്കെ.
അപ്പം സോ എന്ത് ചെയ്യുക, ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ഓൺ ലൈഫ്. നിങ്ങളെ ലൈഫിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് 2025 നല്ല ബെസ്റ്റ് ഇയർ ആക്കിയിട്ട് മാറ്റുക. ഓക്കെ, അപ്പം നമ്മുടെ സെഷന് ഇന്നത്തെ ടോപ്പിക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ഞങ്ങൾക്ക് സെഷൻ എനിക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ അതേപോലെ ചോദിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. ഇതുപോലെ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം റിമൈൻഡ് ചെയ്യാണ്, നമ്മുടെ ഈ മാസത്തെ മൈൻഡ് കോച്ചിങ്ങിന്റെ ബാച്ച് അല്ലെ, നമ്മുടെ മൈൻഡിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും, ശരീരം തളർന്നാലും മനസ്സ് കരുത്തുറ്റതായിരുന്നു. നമുക്കൊരു വഴി പറഞ്ഞു തരാനും നമ്മളൊന്ന് ഗൈഡ് ചെയ്യാനും നമ്മളെ മുന്നോട്ടേക്ക് എത്തിക്കാനും നമ്മളിലൊരു മാറ്റം ഉണ്ടാക്കാനും ഒരു ഗൈഡ്, ഒരു മെന്റർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ 2000 വർഷത്തെ യാത്ര 2 ദിവസം കൊണ്ട് തീർക്കാവുന്നതാണ്. ഓക്കെ, ഒരുപാട് വർഷം നമ്മൾ തട്ടി തടഞ്ഞ് വീണ് വഴി അറിയാതെ പോകുന്ന യാത്ര ഒരു ഗൈഡ്, ഒരു മെന്റർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അത് 2 ദിവസം കൊണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗിന്റെ ബാച്ച് ഈ 23-ാം തീയതി, അതായത് മറ്റന്നാളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് സ്ലോട്ട് കൂടെ ബാക്കിയുള്ളൂ. ആരെങ്കിലും 2025 മുന്നേ എനിക്ക് മാറണം എന്നുള്ളത് അത്രയും ആഗ്രഹത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കൂടെ കൂടാം. അതായത് ആ വഴികൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി മൈൻഡിനൊക്കെ ക്ലെൻസ് ചെയ്തിട്ട് നമ്മളെ മനസ്സിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസുകളൊക്കെ ഉണ്ടാവും അല്ലെ, മാലിന്യങ്ങൾ, അതിനൊക്കെ മാറ്റിയിട്ട് ആ റിയൽ നിങ്ങളെ, ശരിക്കത്തെ ആ ഒരു ശക്തിയുള്ള ആ ഒരു നിങ്ങളെ പുറത്തെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് പറയാനുള്ളത്. ഐ തിങ്ക് മറ്റന്നാൾ രാവിലത്തോടെ, തിങ്കളാഴ്ച രാവിലത്തോടെ നമ്മൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്സ്, ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ, ബാനസീർ മാം, മാം 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 എങ്ങനെയാണ് ലിങ്ക് കിട്ടിയിട്ടുള്ളത് സെഷന്റെ? മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ, അൺമ്യൂട്ട് ചെയ്യോ? ആ ഓക്കെ, പറഞ്ഞോളൂ മാം. എനിക്ക് സുഖം. ഹലോ ഷഹല, ഹലോ. അത് ബേനസീർത്ത് അവര് ഹാപ്പി മോമിലെ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ട് അങ്ങനെ കയറി വന്നതാണ്. ഓക്കെ, ആ ഓക്കെ ഓക്കെ. അവരെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾ എൻ്റെ നമ്പർ ഒന്ന് കൊടുക്കണം കേട്ടോ. സുഹാന മാം അല്ലേ പറഞ്ഞേ? അതെ അതെ, ഞാൻ കൊടുക്കാം. ഓക്കെ ഓക്കെ. ബാനസ്റ്റർ മാം, സുഹാന മാം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ. സുഹാന മാം നമ്പർ കാര്യങ്ങളൊക്കെ തരും കേട്ടോ. ബാനസ്റ്റർ മാം ആളെ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ പെട്ടെന്ന് നെറ്റ് കട്ടായി, സോറി. എന്താ പറഞ്ഞു മാഡം? ഓക്കെ, സുഹാന മാം നമ്പർ കാര്യങ്ങൾ തരും കേട്ടോ. നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ കോണ്ടാക്ട് ചെയ്യും. താങ്ക് യു. താങ്ക് യു താങ്ക് യു. ഓക്കെ, എനിവൺ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ ഫീഡ്ബാക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ, ഗോൾ സെറ്റിംഗ്, ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുന്നതിലോ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാട്ടോ. മാം, ഹലോ. അടിപൊളി ക്ലാസ് ആയിരുന്നു. എന്തായാലും നമ്മളെ പോലെ ഞമ്മക്ക് എന്താ ഇങ്ങനെ എന്നുള്ള ആ ഒരു മൈൻഡൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു നല്ലൊരു പവർഫുൾ ഉള്ള ഒരു സ്പീച്ച് ആയിരുന്നു ഷൈല മാമിന്റെ. മാഷാ അല്ലാഹ്. മുമ്പുള്ള കുറെ ക്ലാസ് ഒക്കെ കേട്ടതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഇനി എല്ലാരും മറ്റന്നാളില്ല ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് മനസ്സിനൊക്കെ ഒരു ധൈര്യം കൊടുക്കാന്നുള്ള. പക്ഷെ എനിക്ക് വീഡിയോ മോഡിൽ ഇരിക്കാൻ പറ്റുന്നില്ല. മോനെ ലൈറ്റ് ഓഫ് ചെയ്യുക, ഫോണ് വാങ്ങിക്കുക. പുള്ളി എനിക്ക് കേൾക്കാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. ഈ റെക്കോർഡ് ഉണ്ടാവുമോ? ആ റെക്കോർഡ് ഉണ്ടാവും കേട്ടോ. അതെ, മോനെ ഫോണ് വാങ്ങിച്ചിട്ടുണ്ട്, കാണാതെ ഞാൻ എടുക്കാണ്ട് ഇപ്പൊ പിന്നെ രണ്ടാമത് കേറിയതാണ്. ഓക്കെ ഇൻഷാ അല്ലാഹ് ഇനി ഇങ്ങനെ ക്ലാസ് കേൾക്കാനുള്ള തോഫീക്ക് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.
അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞാന് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തിരക്കിലാണ്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കോള് വരാത്തത്. ഓക്കെ ഓക്കെ. ക്ലാസ് കേൾക്കുന്നുണ്ട്. മാഷാ അല്ലാ, അടിപൊളി ക്ലാസ്സാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇതിപ്പോന്ന് പറഞ്ഞാല് ഈ ക്ലാസ്സില് എന്താ പറയാ, ഇതിന് മുഴുവനായിട്ടുള്ളൊരു ജീവിതത്തിൽ മൊത്തത്തിൽ നമുക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് ഈ സെക്ഷൻ ഇതിൽ കയറേണ്ടി വരും എന്നാണ് എന്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയണേട്ടാ. ഞാൻ ആദ്യമൊക്കെ എന്താ പറയാ, ഇങ്ങനെയുള്ള സി സെക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തൊക്കെയോ ഇതിന്റെ ഉള്ളിലൊരു നിധി ഉണ്ട്. അത് നമുക്ക് എന്താണ്, അത് കിട്ടണം, അതിനുള്ള വഴി എന്താണ് എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ. കാരണം ക്ലാസ് കേൾക്കുമ്പോ ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോ പിന്നെ എന്തൊക്കെയോ ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടാനുണ്ട്, ഇത് പോരാ എന്നുള്ള ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വന്നിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അതിൽ കയറി കഴിഞ്ഞ ശേഷം മാഷാ അല്ലാ മൊത്തത്തില് നമ്മളത് മാറി. അത് ഇതിൽ കയറിയ കാരണം തന്നെയാണ് കേട്ടോ, അതിന്റെ ഒരു ക്ലാസ്സിന്. അപ്പൊ ഇതില് കേൾക്കുന്നവര് ആരെങ്കിലും എന്തായാലും ഇതിൽ നിങ്ങൾ കയറണം. നിങ്ങള് ശരമാമിനായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ മൊത്തം മാറും. എന്താ പറയാ, നമ്മളെ ഉള്ളിലാണ് അതിന്റെ പ്രവർത്തനം നടക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും നമുക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ അത്രയും, എനിക്ക് എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് അത്രയും മാറ്റം വന്നു. എന്തെങ്കിലും വിഷയങ്ങൾ കേട്ട് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് സങ്കടം വരിക, അങ്ങനത്തെ ഒക്കെ ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നല്ല. നമ്മള് സ്വയത്തിനെ സ്നേഹിക്കാനും നമ്മളെ മുന്നിൽ വരുന്ന എന്ത് പ്രശ്നങ്ങളും തരണം ചെയ്യാനും മറ്റുള്ളവരോട് ഇടപഴകാനും എല്ലാം കൊണ്ടും മാഷാ അല്ലാ നമ്മളിപ്പോ ഹാപ്പിയാണ്. കാരണം ഒരു പ്രശ്നവുമില്ല നമുക്ക്. നമ്മളെ മുന്നിൽ പ്രശ്നങ്ങൾ ഉണ്ട്, ഇല്ലാണ്ടല്ല. പക്ഷെ അതിനെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ക്ലാസ്സിൽ കയറിയപ്പോഴാണ്. ആദ്യമൊക്കെ നമുക്ക് അതിൽ കണ്ട് ഇറങ്ങി വരാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതിൽ കണ്ട് ലയിച്ച് വന്നപ്പോ എന്താ പറയാ, പറഞ്ഞാൽ തീർക്കാൻ പറ്റൂല. അത്രയും അടിപൊളി ക്ലാസ് ആണ്. നമ്മളത് മാറ്റിയെടുത്ത് മൊത്തത്തിൽ ഇബാദത്തിന്റെ കാര്യമാണെങ്കിലും വീട്ടിലത്തെ ജോലി ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവരോട് ഇടപഴകുന്ന കാര്യമാണെങ്കിലും ഒക്കെ മനസ്സറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരോടും ഒരു വെറുപ്പും ദേഷ്യവും ഒന്നും അല്ലാത്ത നല്ലൊരു മനസ്സ് നമുക്ക് കിട്ടി. കാരണം നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കാൻ പറ്റി. ഇത് നമ്മൾ പുറമേക്കുള്ള ഒരു നമ്മൾ മാറ്റം വന്നിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിലൊരു മാറ്റം വരണം. ആ മാറ്റം പൂർണ്ണമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ശരമൻ പറഞ്ഞ മാതിരി എന്ത് ചെയ്യണം, ഇതില് പക്ഷെ നമ്മള് ചേർന്ന് അത് പഠിച്ച് അതിൽക്ക് ഇറങ്ങണം. അപ്പോഴാണ് അതിന് ഫുള്ള് മാറ്റം നമുക്ക് കിട്ടുള്ളൂ. അത് ഉറപ്പാണ്. കാരണം ഇതിന്റെ ഉള്ളിൽ ഒരുപാട് നമ്മൾ അറിയാത്ത നിധികളുണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ചേരുന്ന വേണം. എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടാ. കാരണം കയറുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, അങ്ങനെ ഇടക്കും നിലക്കൊക്കെ ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുക, അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്ന പോയിന്റുകൾ നമുക്ക് ജീവിതത്തിൽ പുലർത്താം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് അത്ര കംപ്ലീറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. കുറച്ചുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരും, പിന്നെ ഞാൻ പഴയ പോലെ തന്നെ ആവും, അങ്ങനെ. പക്ഷെ ഇത് ഇപ്പൊ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഒരുപാട് പഠിക്കാനുണ്ട്, ഇതിന്റെ പിന്നിൽ ഇനി ഒരുപാടുണ്ട്. എന്നാലും കൂടെ ശൈലമാമിന്റെ അടുത്ത് നിന്ന് നമ്മളൊരു മാസം ആ ക്ലാസ്സിന് പോയി ഇപ്പോ അത് പഠിച്ച് റെഡിയാക്കി അതിന് നമ്മൾ ശൈലമാം പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ അപ്പൊ ശൈലമാമിനെ വിളിക്കും. ഇങ്ങനെ ഇന്നൊക്കെ വിഷയങ്ങളുണ്ട്, എനിക്ക് ഞാൻ എന്താ ചെയ്യണ്ടേ. അപ്പൊ എനിക്ക് അതിനുള്ള മറുപടി അപ്പൊ തന്നെ മെസ്സേജ് അയച്ചിട്ട് ഇന്നെ പോലെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഒരാളോട് നമ്മൾ ചോദിച്ചാലും ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് ഒരാളോട് ചോദിക്കുമ്പോ ഇത്രയും നല്ലൊരു പക്വതയിൽ ഒരു മറുപടി എനിക്ക് ആരും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ശൈലമാമിന്റെന്നാണ് എനിക്ക് ഇന്നെ പോലെ. പക്ഷെ നമ്മളെ വിഷയങ്ങൾ നമ്മൾ ഫുള്ള് അവരോട് പറഞ്ഞിട്ടല്ല, ചെറുതായിട്ടൊരു കാര്യങ്ങൾ ഇന്നെ പോലെ വിഷയങ്ങൾ ഉണ്ട് പറയുമ്പോഴത്തേക്കും അതിന് നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ലൊരു മറുപടി കിട്ടുമ്പോ അത് നമുക്ക് ഭയങ്കര, അത് എന്നൊക്കെയുള്ളൊരു കരുത്തുള്ളൊരു മറുപടിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ മാറി മാറി ഇപ്പോ ചില നല്ലൊരു ഒരു നിധി നമുക്ക് തന്നപ്പോ പിന്നെ നമുക്ക് തന്നെ സ്വയം ഒരു വിഷയം നമ്മുടെ മുന്നിൽ വരുമ്പോ അതിനെ എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അതിനെടുക്കണം എന്നുള്ള ഒരു സംഭവം നമുക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇനി അൽഹംദുലില്ലാ എന്താ പറയാ, നമ്മൾക്ക് തന്നെ ഒറ്റക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇത് കിട്ടി. ചിലവ് നമുക്ക് തന്ന് അങ്ങനെ ഓരോരുത്തർക്കും ഇതിൽ കയറി ഓരോരുത്തർക്കും അങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും.
അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഇങ്ങനെ എന്താ പറയാ ഞായറാഴ്ച വരുന്ന സംഭവം കേട്ടിട്ടൊക്കെ അത് കേൾക്കണം, അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ട്. എന്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ശരണ്യ പറയുന്ന ഈ ഇതിൽ ചേർന്നിട്ട് അത് അവര് പറയുന്ന രീതിയിലുള്ള ക്ലാസ്സും കാര്യങ്ങളും പിന്നെ നമുക്ക് ചെയ്യാനുള്ള വർക്കുകളൊക്കെ തരും. അതൊക്കെ ചെയ്താലാണ് പൂർണ്ണമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ അത് ഫുള്ളായിട്ട് നമുക്ക് പ്രവർത്തനം നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഷാ അള്ളാ എന്തായാലും ഞാൻ എന്റെ ഒരു അനുഭവം ഞാൻ അറിയിച്ചതാണ്. മാഷാ അള്ളാ ക്ലാസ് അടിപൊളിയാണ്. എല്ലാവരോടും പറയാണ് നല്ലൊരു വഴി നമ്മളെ മുന്നിൽ വന്നെത്തിയിട്ട് അത് നിങ്ങൾ ആരും നിസ്സാരാക്കി തള്ളി കളയരുത്. നമ്മള് സ്വയം നമുക്ക് മാറ്റം വരാൻ നമ്മള് എത്ര കാശ് വേണമെങ്കിലും അതിന് ചെലവഴിക്കണം. അപ്പൊ നമ്മൾ മൊത്തം മാറി, നമ്മളെ കുടുംബം മാറി, മൊത്തത്തിൽ നമ്മളെ ജീവിതം നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ എല്ലാവരും അതിലേക്ക് ഇറങ്ങണം എന്ന് ഞാൻ എന്റെ ഒരു മാറ്റത്തിന്റെ അനുഭവം വെച്ച് ഞങ്ങളോട് പറയുകയാണ്. ഇൻഷാ അള്ളാ നിങ്ങള് നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോകണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിലേക്ക് ഇറങ്ങിക്കോളിട്ടാ. ഇൻഷാ അള്ളാ. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫാത്തിമ മാം. എന്താ പറയാ, മാമിന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ ഇതില് നമ്മളെന്തോ കഴിവുകൊണ്ട് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്നുള്ള ഒരു നിധി, നമ്മള് എന്നുള്ള ആ ഒരു ട്രഷർ ഉണ്ട്. പഠിച്ചവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമ സൃഷ്ടി മനുഷ്യനാണെന്നുള്ളത്. ആ നിധി നമ്മളാണ് തിരിച്ചറിഞ്ഞാൽ നമ്മൾ അറിയണ സമയത്ത് പിന്നെ എല്ലാത്തിനുള്ള പരിഹാരം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാ. വേറെ ഒരാൾ നമ്മളെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ സെൽഫ് ഗൈഡഡ് ആവും. അപ്പം അങ്ങനെ ഒരു പരിഹാരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലോട്ടാണ് നിങ്ങൾക്ക് അത് കിട്ടുക. ഒരിക്കലും ഒരു മാസത്തെ ക്ലാസ്സും അത് കഴിഞ്ഞിട്ട് അവിടെ അതിൻ്റെ റിസൾട്ട് അവിടെ തീരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്നേക്കോ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഉയരത്തിലോട്ട് എത്തിക്കൊണ്ടേയിരിക്കും. ആ ഒരു വർധനവ് അല്ലേ, നമ്മൾ എന്നുള്ള നിങ്ങളെ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരികയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. എനിവേ താങ്ക് യു സോ മച്ച് ഫാത്തിമ മാം ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസസ്. ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് അല്ലേ അവയർനെസ് കാര്യങ്ങളെ തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരിക്കലും ഇതൊന്നുമല്ല, കുറേ ട്രഷറായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കുടുംബം അവിടെ മാറും. നിങ്ങൾ മാറിയാൽ നിങ്ങളെ കുടുംബം മാറുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ആരോഗ്യം, സമ്പത്ത്, നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കണക്ഷൻ, എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു മാജിക്കൽ സംഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ ഇൻഷാ അള്ളാ. ഓക്കെ. അപ്പം ഇതിൽ നമ്മുടെ സെഷനിൽ കയറാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കോണ്ടാക്ട് നമ്പർ ഇവിടെ ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ, ഞാൻ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾ എന്താ ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ 2025 മുന്നായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ വെക്കുക. ഓക്കെ, അത് വലിയൊരു മാറ്റം കൊണ്ടുവരും. ഇതുവരെ ഉള്ളതിനേക്കാളും നിങ്ങളുടെ വർഷം, ഈ ഒരു വർഷം വരാനുള്ള വർഷത്തിൽ ആ ഒരു മാറ്റം കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരാണ് എന്തായാലും. ഓക്കെ. അപ്പം ഇനി വേറെ ആർക്കും ഒന്ന് ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും അടുത്തൊരു 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആയിരിക്കും കേട്ടോ, ജനുവരിയിൽ. ഇനി 2025 നമ്മുടെ അടുത്ത ഫ്രീ സെഷൻ വരിക. ആ ഒരു സമയമാകുമ്പോഴേക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ. ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച് എവരിവൺ, ഇത്രയും നേരം ഇവിടെ ഇരുന്നതിനും നിങ്ങളുടെ സെൽഫിനായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്തതിനും ഒക്കെ. കാരണം ഇതൊന്നും വെറുതെ അല്ല, നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ഓക്കെ. അപ്പം നമുക്ക് ഏകദേശം സെഷൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് നൈറ്റ്.